വെൽക്കം ടു മൈ സൺഡേ വ്ളോഗ്. അല്ലെങ്കിൽ ഒരു സിക്ക് സൺഡേ വ്ളോഗൊന്നും പറയാം, കാരണം എനിക്ക് തീരെ വയ്യ. ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ചേഞ്ചായി, അപ്പോൾ അതിൻ്റേതായ ജലദോഷവും ചെറുതായിട്ട് പനി സ്റ്റാർട്ടാവുന്ന പോലെയൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിന്ന് രാവിലെ 2 യൂട്യൂബ് ഷോർട്സിനുള്ള വീഡിയോ എടുക്കണമായിരുന്നു. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള മെസ്സാണ് എൻ്റെ റൂം. അപ്പോൾ ആദ്യം തന്നെ അത് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന റൂം എനിക്ക് നല്ല ക്ലീൻ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. പിന്നെ ഞാനിങ്ങനെ ബോക്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് കിട്ടി. സാവനയിൽ നിന്നുണ്ടായിരുന്ന ഒരു ഫോൺ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതാണ് ആ സ്റ്റിക്കർ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബെഡ് മേക്കിംഗ് ആണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വീക്ക്ലി വൺസ് നമ്മൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. അതൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ഞാൻ കറൻ്റ്ലി വായിക്കുന്ന ബുക്കാണ് കേട്ടോ. ഇത് ഞാൻ കറൻ്റ്ലി വായിക്കുന്ന ബുക്കാണ്. ഇത് ഹൗസ് മെയ്ഡ് ബൈ ഫ്രീഡ മെക്ഫാഡൻ. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ത്രില്ലർ ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു 150 പേജ് വായിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ മില്ലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ, ഒരു വലിയ വിൻചെസ്റ്റർ ഫാമിലി, അവരൊരു വീട്ടിൽ അവിടുത്തെ ലിവ് ഇൻ ഹൗസ് മെയ്ഡായിട്ട് ജോലിക്ക് വരികയാണ്. മില്ലി ഒരു 10 years ഒരു ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ കിടന്ന ഒരാൾക്ക് പുറത്ത് പെട്ടെന്ന് ആരും ജോലി കൊടുക്കില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരും ജോലി കൊടുക്കില്ല. അപ്പോൾ മില്ലി ഭയങ്കര ഡെസ്പറേറ്റ് ആണ് ഈ ജോലി ചെയ്യണം, ജോലി കിട്ടണം എന്നുള്ളത്. അങ്ങനെയാണ് ഇവരുടെ വീട്ടിൽ ഹൗസ് മെയ്ഡായിട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ മില്ലിക്കെല്ലാം കുറേ വിയേർഡായിട്ട് തോന്നും. ലൈക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്കൊക്കെ ഉള്ള പോലെ തോന്നും. പിന്നെ അവിടുത്തെ മെയിനായിട്ട് ആ വീടിൻ്റെ ഉടമസ്ഥ നീന വിൻചെസ്റ്റർ, അവരിലാണ് കൂടുതലും നമുക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് തോന്നുക. കാരണം അവർ മില്ലിനെ കൊണ്ട് വീട് ഫുൾ മഹാവൃത്തികേടാക്കിയിട്ട് പണ്ട് മില്ലിനെ കൊണ്ട് അത് ക്ലീൻ ചെയ്യിപ്പിക്കും. ശരിക്കും മില്ലിക്ക് ഒരു പേടിയുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഞാനൊരു 150 പേജ് വരെ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് എനിക്ക് നീന ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറൊക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ നിന്നാണ് ശരിക്കും നമ്മുടെ മൈൻഡ് ബ്ലോ ആക്കുക എന്നൊക്കെയാണ് റിവ്യൂ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ ഇതൊരു റീഡിങ് വ്ളോഗും കൂടി ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതും ലൈറ്റായിട്ട് എനിക്ക് വായിക്കണം. പക്ഷെ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ബുക്കാട്ടോ. നമുക്ക് ബിഗിനർ ആണെങ്കിലും അവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് ബുക്ക് വായിച്ച് തുടങ്ങണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ് ഈ ത്രില്ലർ. കാരണം നമുക്കത് പെട്ടെന്ന് ആ ഒരു സ്റ്റോറിയുടെ ഇൻട്രസ്റ്റോടെ നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. ഞാൻ ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഓൾമോസ്റ്റ് 150 പേജസ് തീർത്തു. അപ്പോൾ നമുക്ക് ബാക്കി ഇനിയൊരു 150 പേജും കൂടി ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് ഇന്ന് തീർക്കാൻ പറ്റും. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ മൈ ഹെൽത്ത്. എനിക്ക് തീരെ വയ്യ, എനിക്ക് തുമ്മി വയ്യാണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആവാം. ഈ ബുക്ക് മാറ്റി വയ്ക്കും. പിന്നെ സൺഡേ എൻ്റെ ലോണ്ട്രി ഡേയും കൂടെയാണ് കേട്ടോ. കാരണം ഞാൻ സൺഡേസാണ് പൊതുവെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഉണക്കി വെക്കാറുള്ള ദിവസം. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലുള്ളപ്പം ഞാൻ ടെറസിൽ ഉണർന്നിടും, അല്ലെങ്കിൽ റൂമിനകത്ത് അങ്ങനെ വിരിച്ചിടും. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ഓയിലിംഗ് ആണ്. ശരിക്കും നമുക്ക് പനി കോൾഡൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പൊതുവേ ഹെയർ വാഷ് ചെയ്യാറില്ല, അങ്ങനെയാണ് എല്ലാവരും പറയാറ്. പക്ഷേ എനിക്ക് സൺഡേ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒന്ന് മിസ്സിങ് ആയ പോലെ തോന്നും. പിന്നെ സൺഡേസ് ആണെങ്കിൽ ഇങ്ങനെ ഡീപ്പ് ഹെയർ ഓയിലിംഗ്, ഹെയർ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണ ഒരു ദിവസമാണ്. പക്ഷെ വയ്യാത്ത കാരണം ഞാനത് ഭയങ്കര ലൈറ്റായിട്ട് വെച്ചു, ചെറുതായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ സ്കിൻ കെയറിനും എനിക്കിന്ന് എൻ്റെ പ്ലാൻ അനുസരിച്ച് എനിക്കിന്നൊരു സ്കിൻ കെയർ ഷോർട്സും കൂടി ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു DIY മാസ്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വയ്യാത്ത കാരണം പിന്നെ അതിനൊക്കെ എനിക്ക് നല്ല മടിയായി. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഫോക്സ്ടെയിലിൻ്റെ മാസ്ക് ഞാനെടുത്ത് അതുതന്നെ യൂസ് ചെയ്തു. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മാസ്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ പൊതുവേ DIY തന്നെ ആയിരിക്കും. പിന്നെ ഒരു 15 മിനിറ്റ്സിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. അധികം നേരം ഞാൻ ഓയിലൊന്നും തലയിൽ വെച്ചില്ല. പിന്നെ കുളിച്ച് വന്നപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നേരെ സ്കിൻ കെയറിലോട്ട് കിടക്കാം. ഇതും കൂടി തീർന്നാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടോണർ യൂസ് ചെയ്തു. ടോണർ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്കൊരു പെട്ടെന്നൊരു ഫ്രഷ്നെസ് ഒക്കെ വേണ്ട പോലെ തോന്നും. അന്നത്തെ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ടോണർ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ലിപ് ബാമിന് മൈ വിഷ്കേൻ്റെ SPF 50 ഉള്ള ലിപ് ബാമായിട്ട് ഞാൻ യൂസ് ചെയ്യണം. എനിക്ക് സോഫ പിഗ്മെൻറ്റേഷനിലൊന്നും വലിയ ഡിഫറൻസ് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ മോയ്സ്ചറൈസർ മസ്റ്റാണ് ഈ സമയത്ത്. കാരണം വിൻ്റർ ആയ എൻ്റെ സ്കിൻ ഇപ്പോൾ ഡ്രൈ ആയി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോഡി കെയറും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെയിം റീസൺ, വിൻ്റർ ബോഡിയുടെ സ്കിൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബോഡി ലോഷനൊക്കെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ടൈം. പിന്നെ ഹെയർ കെയർ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്താണ് ഈ റോസ്മേരിയുടെ വാട്ടർ. എനിക്കിപ്പോൾ സോഫാർ ഹെയർ ഫോളിൽ ഒരു റിഡക്ഷൻ തോന്നിയിട്ടുണ്ട്, അല്ലാണ്ട് ഹെയർ ഗ്രോത്ത് ഒന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ലഞ്ച് കഴിക്കാൻ പോവാം. ഇന്ന് സൺഡേ സ്പെഷ്യൽ മീൻ കറി, മീൻ വറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ
ഉറക്കം എനിക്ക് മസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ എൻ്റെ ആണ്. അപ്പം നാളെ വീണ്ടും മൺഡേ ആവും, പിന്നെ വീണ്ടും ജോലി